ശ്രീ എ റഹീം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ചും ചർച്ചകളായിരുന്നു. ഭൂപേന്ദ്ര ചൗധരി പാർട്ടിയുടെ അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണുന്നു. അതുപോലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പാർട്ടി അധ്യക്ഷനെ കാണുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നു. അപ്പോൾ ഉത്തർപ്രദേശിൽ എന്തോ സംഭവിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷേ BJP കേന്ദ്രങ്ങൾ ആവർത്തിച്ച് യോഗി ആദിത്യനാഥിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ മന്ത്രിസഭാംഗങ്ങൾ മാറിയേക്കാം, പാർട്ടിയുടെ സംഘടനാ തലത്തിൽ മാറ്റം വന്നേക്കാം, പക്ഷേ യോഗിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ BJPയുടെ ഒരു സക്സഷൻ പ്ലാനിലും നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അണികൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരിഹാരം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കണോ? അത് എന്തു തന്നെയായാലും കാത്തിരുന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് സ്പെക്കുലേഷൻസ് എല്ലാം മാറ്റിവെക്കാം. ഞങ്ങളിതിനെ കാണുന്നത് മോദിയാണോ യോഗിയാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമാണ് ഇന്ത്യക്ക് അപകടം. ആ ആശയത്തെ തോൽപ്പിക്കാനുള്ള സമരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. അത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ അത് ശക്തിപ്പെട്ടു വരുന്നു. എന്താണത് ശക്തിപ്പെടുത്തുക? ഏത് വഴിയിലൂടെയാണ് RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്? RSS വയ്ക്കുന്ന ആശയം ഒരുപാട് കാടുകയറിയൊന്നും വേണ്ട, ഒരുപാട് വിവരിക്കുകയും വേണ്ട. അത് പ്ലൂറലിസത്തെ ആകെ ഇല്ലാതാക്കി ഏകശിലാത്മകമായ ഒരു രാഷ്ട്രം, അങ്ങനെയും പറയണമെന്നില്ല, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നെല്ലാം പറയുന്നൊരു ഏർപ്പാടാണ് BJP മനസ്സിൽ കാണുന്നത്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഏറ്റവും അധികം സംസാരിച്ചത് ഏറ്റവും അധികം വർഗീയ വിഷം ചിറ്റിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. എന്താണ് പക്ഷേ സംഭവിച്ചത്? ഉത്തർപ്രദേശിൽ തന്നെ BJPക്ക് കാലിടറി. അതാണല്ലോ ഇതിൻ്റെ എല്ലാം പ്രശ്നം. നമ്മളതിനെ രാഷ്ട്രീയമായി കാണണം. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അന്ധഛിദ്രവും അതിനുശേഷം നടക്കുന്ന വഴക്കുകളും മാത്രമായി ഇതിനെ കാണേണ്ടതില്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം, RSSനെ പോലും വിഴുങ്ങാൻ പ്രാപ്തനായി നരേന്ദ്രമോദി ഒരു വലിയ ഏകാധിപതിയായി മാറിയിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ സന്ദീപ് വാര്യർ ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇപ്പോൾ മാതൃഭൂമിയിൽ ബ്രേക്കിംഗ് ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. എന്താണ് മോഹൻ ഭഗവത്തിൻ്റെ ഭാഗത്താണോ അതോ മോദിയുടെ ഭാഗത്താണോ ശ്രീ സന്ദീപ് വാര്യർ എന്ന് കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. കാരണം വളരെ കൃത്യമായി ആരെയാണ് ഉന്നമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. താൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർലമെൻറ്റിൽ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരും മോദിയെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾ സംസാരിക്കുന്ന ഓരോരുത്തരും സ്വയം പറയാൻ ശ്രമിച്ചത് ഞാനൊരു ഓർഗാനിക് MP ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞങ്ങളെല്ലാം ജൈവികമായൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കാൻ തുടങ്ങിയത്, സർക്കാസ്റ്റിക്കായി. ഞാൻ പറഞ്ഞത് അപ്പോൾ മോദി ആരുടെ ഭാഗത്താണ് എന്ന് പറയണം. അപ്പോൾ ഏകാധിപത്യത്തെ എതിർക്കുന്നു. രണ്ട്, BJPയുടെ തന്നെ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. എന്തൊക്കെയാണ് ജനങ്ങൾ എതിരായി പ്രവർത്തിക്കാൻ കാരണമായത്? അതിലൊന്ന് പറയുന്നത് അഗ്നിവീറാണ്. അഗ്നിവീർ വലിയ തോതിൽ എതിർപ്പായി മാറി. മറ്റൊന്ന് കർഷക സമരങ്ങളാണ്. മറ്റൊരു വലിയ പ്രശ്നമായി പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കൂ, ഇതിനകം തന്നെ വരുന്ന വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, അവിടെ നടന്ന ട്രെയിൻ അപകടമാണ്. ഇന്ന് അപകടം നടന്നിരിക്കുന്നു, ഒരുപാട് പേർ മരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നു? റെയിൽവേയിൽ മാത്രം 10,000-കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്, കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ആ കർഷകർ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഡൽഹിയിൽ ചേർന്ന വിപുലമായ പ്രക്ഷോഭങ്ങൾക്ക് അവർ വീണ്ടും രൂപം നൽകിയിരിക്കുന്നു. അഗ്നിവീർ BJP ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിയായ JDUവിന് പോലും അതിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ജനവിരുദ്ധ നയങ്ങളിൽ ജനങ്ങൾ വല്ലാതെ BJPയെ തൃണവൽക്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലുണ്ടായത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ ജനത്തിന് തന്നെ മോദിയുടെ ഏകാധിപത്യ സർവാധിപത്യ വാഴ്ചയ്ക്കെതിരായ ജനവികാരം, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ജനവികാരം, BJPക്കകത്ത് പോലും RSS നേതൃത്വത്തിൽ പോലും ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് മോഹൻ ഭഗവത് ചോദിക്കുകയാണ്. മോഹൻ ഭഗവത്തിന് അങ്ങനെ തോന്നിയാൽ ഇന്ത്യക്ക് പിന്നെ എങ്ങനെയായിരിക്കും തോന്നുക? ശരി, ഓക്കെ. അപ്പോൾ ഇവരെ അധികാരമേൽപ്പിച്ചാൽ ഇതുണ്ടാകുന്നത് സർവനാശത്തിലേക്കും സർവാധിപത്യത്തിലേക്കും പോകും എന്ന ജനതയുടെ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ വലിയ തിരിച്ചടിക്ക് BJPക്ക് കളമൊരുക്കിയത്. അപ്പോൾ അത് ഇവരെ ഇരുട്ടിൽ തപ്പിയിട്ട് കാര്യമല്ല.
ഇവർ ആരെ മാറ്റി ആരെ ആക്കുമെന്ന ചോദ്യത്തിനപ്പുറത്ത് ഈ നയം മാറ്റാൻ തയ്യാറാണോ? നിങ്ങളുടെ ഈ സർവാധിപത്യ പ്രവണത അവസാനിപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഈ വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കർഷകരെയും രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ തൊഴിലില്ലായ്മയെയും പരിഹരിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ എല്ലാ ധാരണകളും മാറ്റിയിട്ട് നിങ്ങൾ ഈ അഗ്നിവീർ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ശരി, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങൾ. ഓക്കെ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങൾ എവിടെ മാറ്റിപ്രതിഷ്ഠ നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ല. ഇതാണ്